السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. അള്ളാഹു നമ്മുടെ ഇബാദത്തുകളൊക്കെ നമ്മൾ സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പറയുകയാണ്, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക. നബിയെ, രാത്രി നേരത്ത് നിങ്ങൾ തഹജ്ജുദ് നമസ്കാരം നിസ്കരിക്കണം. അസായബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുക വഴി നിങ്ങൾക്ക് അല്ലാഹു സ്തുത്യർഹമായ വലിയൊരു സ്ഥാനം അല്ലാഹു നിങ്ങൾക്ക് നൽകിയേക്കാം എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ തഹജ്ജുദ് നിസ്കാരം വലിയ മഹത്വമുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലായിരുന്നു, യഖൂമു മിനൽ ലൈലി ഹത്താ തതഫത്തറ ഖദമാ. പ്രവാചകൻ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കും. ഒരുപാട് ഖുർആൻ ഓതിക്കൊണ്ട് ഇങ്ങനെ നിസ്കരിക്കും. അങ്ങനെ പ്രവാചകന്റെ കാലിൽ നീര് വന്നു കെട്ടും. ഫഖുൽതു ലഹു, ഒരവസരത്തിൽ അവിടുത്തെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ പ്രവാചകനോട് ചോദിച്ചു, ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങനെ രാത്രി ഒരുപാട് നേരം നമസ്കരിക്കുന്നത് എന്തിനാണ്? വഖദ് ഗുഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അങ്ങേക്ക് അല്ലാഹു പുറത്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത്ര നേരം അങ്ങ് രാത്രി ഒരുപാട് നേരം നിസ്കരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹദിയായ ആയിഷ ബീവി ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാൻ നന്ദിയുള്ള ഒരടിമയാവണ്ടേ ആയിഷ എന്നാണ്. അപ്പൊ അള്ളാഹുവിന് നന്ദിയുള്ളവരായിരിക്കണം. അതിന്റെ ഭാഗമാണ് നമ്മളൊക്കെ തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. അള്ളാഹു നിസ്കരിക്കാൻ നമുക്ക് നമ്മുടെ കുടുംബത്തിനൊക്കെ തൗഫീഖ് നൽകട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി, ഒരു ഭർത്താവിന് അല്ലാഹു കരുണ ചെയ്തിരിക്കുന്നു. ആ ഭർത്താവ് എന്താണ്? രാത്രി നേരത്ത് ഉറക്കത്തിൽ നിന്ന് അതാ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. ഫസല്ല, അങ്ങനെ അദ്ദേഹം നിസ്കരിക്കുകയാണ്. അങ്ങനെ തന്റെ ഭാര്യ ഉറങ്ങാം. ആ സമയത്ത് ഭാര്യയെ ആ വ്യക്തി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക. എന്തിനെഴുന്നേൽപ്പിക്കുന്നത്? തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈൻ ആപത്ത്, അവള് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാതെ വീടിനൊക്കെ ക്ഷീണമായി കിടക്കുകയാണ്. അപ്പൊ ആ ഭർത്താവ് കുറച്ച് വെള്ളം എടുത്ത് ഭാര്യയുടെ മുഖത്ത് ഇങ്ങനെ കുറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ എഴുന്നേക്ക്, തഹജ്ജുദ് നിസ്കരിച്ചോ, വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യ എന്നൊരു ഭർത്താവ് തന്റെ ഭാര്യയോട് പറയുകയാണെങ്കിൽ, ഇങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ഭർത്താവിന് അല്ലാഹു കരുണ ചെയ്തിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ കരുണ ചെയ്യുന്നല്ല പറഞ്ഞ റഹിമാന മാവിയ കഴിഞ്ഞു പോയ കാലം. റഹിമല്ലാഹു, അല്ലാഹു ആ മനുഷ്യന് എന്തായാലും കരുണ ചെയ്യും. അപ്പൊ ഭാര്യ ഭർത്താവും തഹജ്ജുദ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. വീണ്ടും റസൂലുള്ളാഹി പറയുന്നുണ്ട്, റഹിമല്ലാഹു ഇംറഅത്തൻ, ഒരു ഭാര്യക്ക് അല്ലാഹു കരുണ ചെയ്തിരിക്കുന്നു. ഖാമത്ത് മിനൽ ലൈലി, ആ ഭാര്യ തഹജ്ജുദ് നിസ്കരിക്കാൻ നേരത്തെ എഴുന്നേറ്റു. ഫസല്ലത്ത്, അങ്ങനെ അവൾ നിസ്കരിച്ചു. വഅയ്ഖലത്ത് സൗജഹ, തന്റെ ഭർത്താവിനെ ആ ഭാര്യ വിളിക്കുകയാണ്. ഫൈനബ, അപ്പൊ ആ ഭർത്താവ് എന്തൊക്കെ ക്ഷീണമായിട്ട് പിന്നെ അവിടെ ഇങ്ങനെ കിടക്കുക. അപ്പൊ ആ ഭാര്യ എന്ത് ചെയ്തു? ഭാര്യ എന്ത് ചെയ്തു? വെള്ളം ഭർത്താവിന്റെ മുഖത്ത് കുറഞ്ഞു. എന്നിട്ട് ഭർത്താവിനോട് ഭാര്യ പറയുകയാണ്, അല്ല ഭർത്താവ് എഴുന്നേക്ക്, രണ്ടരക്ക് തഹജ്ജുദ്, വലിയ നല്ല കാര്യമാണ് എന്ന് ഭാര്യ തന്റെ ഭർത്താവിനോട് പറഞ്ഞാൽ ആ ഭാര്യക്കും അല്ലാഹു കരുണ ചെയ്തിരിക്കുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ അല്ലാഹനെ ഓർത്തിട്ടുള്ള ഒരു ജീവിതം, അതുകൊണ്ട് അള്ളാഹു ദുനിയാവിൽ ആഖിറത്തിൽ അള്ളാഹിന്റെ കരുണ നമുക്ക്
ഉണ്ടാകുമെന്നാണ് ഇതിലൂടെ നമുക്ക് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുക, അതിനൊക്കെ വലിയ കൂലിയാണ്. അല്ലാഹുവിന്റെ റസൂല് ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു വ്യക്തിക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആ വ്യക്തി 4 കാര്യത്തിന്റെ മേലെ സൂക്ഷിച്ചാൽ മതി. എന്താണ് ആ 4 കാര്യം? അതിൽപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. ഒരാൾ 5 നേരത്തെ നിസ്കാരത്തിന്റെ മേലെ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കരിക്കുകയും കുടുംബബന്ധം ചേർക്കുകയും ഒക്കെ ചെയ്താൽ ആ വ്യക്തിക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല നമുക്കൊക്കെ അള്ളാഹിനെ ഓർത്തുകൊണ്ടുള്ള സന്തോഷത്തോടുകൂടെയുള്ള സമാധാനത്തോടുകൂടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. നമുക്ക് നൽകിയതിലൊക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും എത്തിയേറ്റി നൽകട്ടെ. നമ്മൾ മരിച്ചവർ നമ്മളെ ചുറ്റും മറവട്ട് കിടക്കുന്നവരെല്ലാവർക്കും അള്ളാഹു സ്വർഗീയമായ ജീവിതം പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്നും പരിശുദ്ധമായ ഉംറക്ക് പോയവരുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ മഖബൂലും മബ്റൂറുമായ ഉംറയെ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് കൊടുക്കട്ടെ. പോകാൻ ഉദ്ദേശിച്ചവരുണ്ട്, അല്ലാഹു അവർക്കൊക്കെ മഖബൂലും മബ്റൂറുമായ ഉംറയെ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം കൊടുക്കട്ടെ. അവർക്ക് നമുക്കൊക്കെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ആരോഗ്യത്തോടുള്ള സന്തോഷത്തോടുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അവസാനം നമ്മളെ ബന്ധപ്പെട്ടവരെ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. അസ്സലാമു അലൈക്കും.